കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം മാണ്ഡ്യയിൽ ഇന്ന് നടന്ന പരിപാടിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം അഴിമതിയിൽ മുങ്ങിയെന്നും പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയം മതിയാക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പരിപാടിക്ക് ശേഷം എക്സിലും അദ്ദേഹം ഇക്കാര്യം കുറിച്ചിരിക്കുകയാണ്. കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ആഴ്ചകൾ പിന്നിടവെയാണ് സിദ്ധരാമയ്യയുടെ ഒരു പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ഡി.കെ. ശിവകുമാർ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തത് ആഴ്ചകൾക്ക് മുമ്പാണ്. അന്ന് തന്നെ സിദ്ധരാമയ്യ രാഷ്ട്രീയം വിട്ടേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. 2028 കർണാടകയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്ന് സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചിരിക്കുകയാണ്. ഇത് സിദ്ധരാമയ്യയുടെ ടീമിന് ഇത് വലിയ രീതിയിലുള്ള അതായത് സിദ്ധരാമയ്യ പക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് സിദ്ധരാമയ്യയുടെ ഈ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം. ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇനി മത്സരിക്കില്ല. എനിക്കിപ്പോൾ 79 വയസ്സായി. നിലവിലെ സർക്കാർ കാലാവധി തീരാൻ 2 വർഷത്തോളമുണ്ട്. അപ്പോൾ തനിക്ക് 81 വയസ്സാകും. ആരോഗ്യം അത്ര മികച്ചതല്ല. മുമ്പുള്ള അതേ കാര്യത്തിൽ ഇനിയും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നും സിദ്ധരാമയ്യ കുറിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാനുണ്ടാകില്ല എങ്കിലും പൊതുരംഗത്ത് സജീവമായി തന്നെ ഞാനുണ്ടാകും. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. രാഷ്ട്രീയം മൊത്തം അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. ഇനിയും മത്സരിക്കണമെന്നാണ് വരുണ മണ്ഡലത്തിലുള്ളവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇനി മത്സരിക്കാൻ ഞാനില്ല എന്നാണ് സിദ്ധരാമയ്യ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് മത്സരിക്കാൻ എത്തുന്നവർ ജനങ്ങൾ പണം തന്ന് സഹായിക്കും. ഇപ്പോൾ ആ സാഹചര്യം മാറി. മാന്യമായ രാഷ്ട്രീയം സാധ്യം ആകില്ല എന്ന് തോന്നുന്നില്ലെന്നും സിദ്ധരാമയ്യ പറയുകയാണ്. അതായത് രാഷ്ട്രീയത്തിൽ മൊത്തം ഒരു അഴിമതി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. 1978 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സിദ്ധരാമയ്യ സജീവമായി തന്നെ ഇറങ്ങുന്നത്. 2028 ആകുമ്പോൾ 50 വർഷം തികയും. താലൂക്ക് ബോർഡ് അംഗമായി മത്സരിച്ചായിരുന്നു തുടക്കം. കൂടുതൽ ജയവും ഇടക്കാലത്ത് തോൽവിയും രുചിച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യ തന്റെ തത്വങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് മുൻ കർണാടക മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് തനിക്ക് നൽകിയ പിന്തുണയിൽ കർണാടകയിലെ ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് എന്നും അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കുമെന്നും സിദ്ധരാമയ്യ പറയുകയാണ്. സിദ്ധരാമയ്യ ഒഴിയുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഡി.കെ. ശിവകുമാർ ചോദ്യം ചെയ്യാനില്ലാത്ത നേതാവായി മാറും. പണ്ട് മത്സരിക്കുമ്പോൾ പണമായും മറ്റു വലിയ സഹായങ്ങളും കിട്ടിയിരുന്നു. ജയിപ്പിക്കാൻ ഒപ്പം ആളുകൾ നിന്നു. ഇന്ന് ആ സ്ഥിതി മാറി. മത്സരിക്കണമെങ്കിൽ നമ്മൾ തന്നെ പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ട് പണം കൊടുക്കേണ്ട സ്ഥിതിയാണ്. അഴിമതി കൂടി വളരെയേറെ വലിയേറെ വാഗ്ദാനങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് വോട്ട് തരികയുള്ളൂ. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. സത്യസന്ധരായ രാഷ്ട്രീയം ഇന്നിപ്പോൾ ഇല്ലാതായി. 5 പതിറ്റാണ്ടത്തെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക തീരുമാനം പ്രഖ്യാപിച്ച് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ായിരുന്നു വലിയ രീതിയിൽ സിദ്ധരാമയ്യ. രാജ്യസഭ ആക്കാം എന്നൊക്കെ ഒരു ഉപാധി ഉണ്ടെങ്കിലും അതൊക്കെ ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയുടെ മുമ്പാകെ വച്ചെങ്കിലും അതെല്ലാം തള്ളിക്കളയുന്ന രീതിയിൽ കടുത്ത അതൃപ്തി സിദ്ധരാമയ്യ അന്ന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. സംസ്ഥാനത്ത് തന്നെ തുടർന്ന അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്.